ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു മഹാനായ ശാസ്ത്രജ്ഞൻ്റെ ശാസ്ത്രപ്രഭാഷണമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് നമ്മുടെ അന്തരിച്ചു പോയ സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെയോ അല്ലെങ്കിൽ നോബൽ സമ്മാന ജേതാക്കളുടെയോ ഒക്കെ ആയിരിക്കുമെന്ന്. അവരൊക്കെ എത്രയോ ചെറിയ മനുഷ്യരാണ്. മനുഷ്യർ എന്നുള്ള നിലയിൽ അവർക്കൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. അവർ കണ്ടെത്തുന്ന ശാസ്ത്രത്തിന് പരിമിതിയുണ്ട്. അവർ പറയുന്നതിന് വ്യക്തത വേണമെന്ന് നിർബന്ധമുണ്ട്. ലോകം അവരിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷിക്കുകയും ചെയ്യും. അത്ര കൊച്ചു മനുഷ്യരാണ് അവരൊക്കെ. എന്നാൽ ഇത് പറയുന്നത് ഒരു വലിയ മനുഷ്യനാണ്. വലുതെന്ന് പറഞ്ഞാൽ ഇമ്മിണിയൊന്നും വലുതല്ല, മുട്ടൻ വലുതാണ്. രാസനാമങ്ങൾ തെറ്റാതെ പറഞ്ഞൊരാൾ, പിന്നെ എല്ലാത്തിലും ഉപരി തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ട്രെയിൻ അപകടമുണ്ടാകുമ്പോൾ കുഞ്ഞ് തെറിച്ച് ഈ പറയുന്നത് പോലെ കച്ചിപ്പുറത്ത് വീഴുകയും ആ കുഞ്ഞിനെ കൊണ്ടുപോയി ആരെങ്കിലും വളർത്തുകയും ചെയ്യുന്നതാണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് കേട്ട് ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ പല രാജ്യങ്ങളിലായി ആത്മഹത്യ ചെയ്യുകയോ ജീവിതം അവസാനിപ്പിക്കുകയോ നെഞ്ചു പൊട്ടി മരിക്കുകയോ ഒക്കെ ചെയ്ത ഒരുപാട് സിദ്ധാന്തങ്ങളുടെ ഉപജ്ഞാതാവായ നമ്മുടെ രവിചന്ദ്രൻ ദൈവമാണ്, മനുഷ്യനല്ല, ദൈവം. സാക്ഷാൽ എല്ലാ ദൈവങ്ങളെയും വെല്ലുവിളിക്കുന്ന ദൈവം. അദ്ദേഹത്തോട് ഒരു അഭിമുഖത്തിൽ ഒരാൾ ചോദിച്ചു, എന്താണ് രവിചന്ദ്രൻ സാറേ ഈ പരിണാമം എന്ന്. ആ പരിണാമത്തിൻ്റെ വിശദീകരണം നിങ്ങൾ കേൾക്കണം, വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം. അതിലെ ഓരോ വാചകങ്ങളും കേൾക്കണം. ഒരു സാധാരണക്കാരൻ്റെ ബൗദ്ധിക നിലവാരത്തിനും മസ്തിഷ്ക പ്രക്ഷാളനത്തിനും ഉതകുന്ന തരത്തിലുള്ള സംഭാഷണ ശൈലിയല്ലാത്തതുകൊണ്ട് ഗരിമയും ശാസ്ത്ര മൂല്യങ്ങളും അടങ്ങുന്ന ദൃഷ്ടാന്തങ്ങളെ നവീകരിച്ചും ഉദാത്തവൽക്കരിച്ചും ഉദാഹരിച്ചും പറയുന്നതുകൊണ്ട് അതിനെ ആ റേഞ്ചിൽ തന്നെ കേൾക്കേണ്ടത് ആവശ്യമാണ്. പരിണാമം എന്ന് പറയുന്നത് ഈ ഇനാനിമേറ്റ് ഓബ്ജക്ട്സിൽ മൾട്ടിപ്ലിക്കേഷൻ ശേഷിയുള്ള സെല്ലുകളിൽ നിന്ന് ക്രമേണ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള നമ്മൾ ജീവൻ എന്ന് പറയുന്ന ഒരുപാട് ക്വാളിറ്റി ഉണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് സസ്യങ്ങൾക്ക് ജീവനുണ്ട്. സസ്യങ്ങൾ പ്രകാശം അനുസരിച്ച് മാറി വളരും. തെങ്ങൊക്കെ വളഞ്ഞു പോകുന്നുണ്ട്. അത് സെൻസിറ്റിവിറ്റിയാണ്. ജീവനുണ്ട്, ചുറ്റുപാടുകൾ പ്രതികരിക്കുന്നുണ്ട്, പിന്നെ ഡൈജഷൻ, പിന്നെ അത് കഴിഞ്ഞ് വേറെ നമ്മളിപ്പോ പറയുന്നത് നമ്മുടെ ഒരു ഇതാണ് ഏറ്റവും വലിയ എന്താണ് ബോധം, അവബോധം എന്നൊക്കെ പറയുന്ന ഹൈപ്പർ കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ നമ്മുടെ തലച്ചോറിന്റെ വികാസത്തിലൂടെ ഉണ്ടായിട്ടുള്ള പ്രോഗ്രാമുകളാണ്. ഈ പ്രോഗ്രാമുകളൊക്കെ പോകാം. ഉദാഹരണമായിട്ട് നമ്മൾ കാണുന്ന അത്രയും കളേഴ്സ് മറ്റു ജീവികൾ കാണുന്നില്ല. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മുടെ ഈ 1.5 കിലോഗ്രാം ഓഫ് ജെല്ലി വിതിൻ ക്രേനിയം, ഈ ക്രേനിയത്തിനുള്ള നമ്മുടെ തലച്ചോറ് ന്യൂറോൺസിന്റെ സഞ്ചയം ഉണ്ടാക്കുന്ന ബോധങ്ങളാണ് നമ്മുടെ അറിവുകളും ധാരണകളും ഒക്കെ ആയിട്ട് മാറുന്നത്. മനസ്സിലായി? ഇത് എല്ലാ ജീവികൾക്കുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു 3 മാങ്ങ പോയിട്ട് 3 മാങ്ങ ഒരു കുരങ്ങനെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ പെട്ടെന്ന് കുരങ്ങനെ ബ്ലൈൻഡ് ആക്കിയിട്ട് ഒരെണ്ണം എടുത്ത് മാറ്റി കഴിഞ്ഞാൽ 2 കാണുന്നുള്ളൂ. കുരങ്ങൻ ഇങ്ങനെ ചോദിക്കും, എന്ത് മറ്റേന്ന് ചോദിക്കും. കാരണം എന്താണ്? ഈ 3 എന്നുള്ള നമ്പറെ സംബന്ധിച്ചുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മാത്തമെറ്റിക്കൽ അവബോധം ഈ കുരങ്ങനുള്ളത് കൊണ്ടാണ്. ഇത് പട്ടിയിടയ്ക്കാലും പട്ടി നോക്കും, വേറെ എവിടെയും നോക്കും, 2 കാണുന്നുള്ളൂ. പക്ഷെ ഒരു 90 മാങ്ങയിൽ നിന്ന് നിങ്ങൾ 5 മാങ്ങ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പട്ടിക്കും അറിയാൻ പറ്റത്തില്ല, നിങ്ങൾക്കും അറിയാൻ പറ്റത്തില്ല, ഈ കുരങ്ങനും അറിയാൻ പറ്റും. മനസ്സിലായി? ഇത് ഡേറ്റകൾ അനാലിസിസ് ചെയ്യാവുന്ന ഒരു രീതിയാണ്. ഇതുവരെ നിർത്തി പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു പോവാം. ഇതുവരെ അദ്ദേഹം പ്രയോഗിച്ചത് ട്രിപ്ലിക്കേറ്റ്, സെൻസിറ്റിവിറ്റി, ഡൈജഷൻ, ഹൈപ്പർ കോൺഷ്യസ്നസ്, പ്രോഗ്രാം, കളേഴ്സ്, 1.5 ഗ്രാം ഓഫ് ജെല്ലി ഇൻസൈഡ് ക്രേനിയം. ട്രിപ്ലിക്കേറ്റിക്കലി, കൺട്രോൾഫുള്ളി, ഡൈജസ്റ്റീനിക്കലി ആൻഡ് തറോട്ടിക്കലി ക്രേനിയൽ ജെല്ലി. ഇത്രയും ഇംഗ്ലീഷുകളാണ് പുള്ളി പറഞ്ഞത്. കൂടാതെ കുരങ്ങിൻ്റെ ഒരു പ്രത്യേകതയും പറഞ്ഞു, മനുഷ്യനുമായിട്ടുള്ള വ്യത്യാസം. അത് വളരെ രസകരമായ ഉത്തരമാണ്. അതായത് മനുഷ്യൻ്റെയും കുരങ്ങിൻ്റെയും ബോധം ഏതാണ്ട് ഒരുപോലെയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പറഞ്ഞതാണ് പുള്ളി ആ ഉദാഹരണം. അതായത് 3 മാങ്ങ ഒരു കുരങ്ങിൻ്റെ മുമ്പിൽ വെച്ചിട്ട് 1 എടുത്ത് മാറ്റിയാൽ കുരങ്ങത് മറ്റേത് എന്തിയേ എന്ന് ചോദിക്കും, പട്ടിയും ചോദിക്കും, മനുഷ്യനും ചോദിക്കും എന്തേ ഒരെണ്ണം എന്തിയെന്ന്. എന്നാൽ 100-ൽ നിന്ന് 5 മാങ്ങ എടുത്ത് നമ്മൾ മാറ്റിയാൽ കുരങ്ങും ചോദിക്കില്ല, മനുഷ്യനും ചോദിക്കില്ല. പക്ഷേ കുരങ്ങും അവിടെ നിന്ന് അത് എണ്ണും. 1, 2, 3, 4, 5, 6 എന്നെണ്ണും. അവസാനം 95 ആവുമ്പം കുരങ്ങനും കണ്ടുപിടിക്കും, മനുഷ്യനും കണ്ടുപിടിക്കും. രവിചന്ദ്രൻ്റെ പരിണാമ ക്ലാസ്സാണ്. അത് തമ്മിലുള്ള ആ വ്യത്യാസം കണ്ടില്ലേ? അതായത് കുരങ്ങനും മനുഷ്യനും ഒരുപോലെ തന്നെയാണ് എന്നുള്ളതിനാണ് ഈ 100 മാങ്ങയിൽ നിന്ന് 5 മാങ്ങ എടുത്ത് മാറ്റുമ്പോൾ ഉള്ളൊരു പ്രത്യേകത.
കാരണം അവിടെയും തെറ്റത്തില്ല. കുരങ്ങൻ അവിടെ നിൽക്കും. കുരങ്ങനത് എണ്ണത്തിൽ തെറ്റിപ്പോയാൽ കുരങ്ങൻ പള്ളിക്കൂടത്തിൽ പോയി കുരങ്ങൻ്റെ കണക്ക് സാറിനെ വിളിച്ചുകൊണ്ട് വരും. അല്ലെങ്കിൽ കുരങ്ങൻ്റെ കൊച്ചാപ്പായ വാപ്പായ വല്യച്ഛനെ വിളിച്ചുകൊണ്ട് വന്ന് കുരങ്ങൻ നിന്ന് എണ്ണും. തീർന്നില്ല കേട്ടോ, ബാക്കിയോടെ കേട്ടോ. നമ്മുടെ മസ്തിഷ്കത്തിന്റെ കഴിവാണ്. ഇതെല്ലാ ജീവികൾക്കും ഉണ്ട്. ഇപ്പൊ മാതൃത്വം എന്ന് പറയുന്ന സാധനം, നിങ്ങളൊരു പട്ടി പെറ്റി കിടക്കുന്നിടത്ത് തന്നെ കുട്ടി എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളെ കടിച്ചു കയറും. ഇത് എവിടെയെങ്കിലും യൂണിവേഴ്സിറ്റി പോയി പഠിച്ചിട്ടോ മതഗ്രന്ഥങ്ങൾ വായിച്ചിട്ടോ ഫിലോസഫി പോയിട്ടൊന്നുമല്ല. ഇത് നമ്മൾ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരുപാട് വികാരങ്ങളും വിചാരങ്ങളും നമ്മുടെ അതിജീവനത്തെ പോഷിപ്പിക്കുന്നതാണ്. സ്നേഹം എന്ന് പറഞ്ഞ സാധനം നമ്മൾ കണ്ടുപിടിച്ചാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മളുടെ അതിജീവനത്തെ സഹായിക്കുന്നതാണ്. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ അവര് നമ്മളെ സ്നേഹിക്കും. അപ്പൊ നമ്മളുടെ അതിജീവനം കൂടുതൽ ശക്തിപ്പെടും. നമുക്ക് സഹായം എത്തും, ആഹാരം എത്തും. അതാണ് സ്നേഹത്തിന്റെ അടിസ്ഥാനം. അതാണ് മാതൃത്വം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പട്ടിക്കും ഉണ്ട്, പൂച്ചയ്ക്കും ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. അതിൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. എന്നിട്ട് അത് മാത്രമോ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വീട് വെക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ പള്ളിക്കൂടത്തി വിടുന്നുണ്ട്. എന്നിട്ട് പട്ടിക്കുഞ്ഞ് പറ്റുന്ന ഒരു നല്ല പെൺപട്ടിയെ കണ്ടുപിടിച്ച് ആൺപട്ടിയാണ് വീട്ടിലുള്ളതെങ്കിൽ അതിൻ്റെ കല്യാണം നടത്തുന്നുണ്ട്. എന്നിട്ട് പഠിക്കാൻ വിടുന്നുണ്ട്. എന്നിട്ട് രവിചന്ദ്രൻ്റെ കൂട്ട് എവിടെങ്കിലും സ്ഥാപനങ്ങളിൽ ജോലി വാങ്ങിക്കുന്നുണ്ട്. പിന്നെ കെട്ടിച്ചു വിടുന്ന പിള്ളേർക്ക് ഈ പട്ടിയുടെ ഏത് ജാതിയാണെന്ന് നോക്കി സ്ഥാപനങ്ങളിൽ ജോലി വാങ്ങിക്കുന്നുണ്ട്. എന്തൊരു സാമ്യത, എന്തൊരു സമാനത എന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറഞ്ഞ മൃഗങ്ങളുടെ സ്നേഹം പോലെ തന്നെ മനുഷ്യൻ്റെ സ്നേഹവും ചേർന്ന് നിൽക്കുന്നൊരവസ്ഥ. കേട്ടില്ലേ? തീർന്നില്ല, ഇനിയുണ്ട്, പറയുക അവളെ. അതാണ് സ്നേഹത്തിന്റെ അടിസ്ഥാനം. സ്നേഹം എന്ന് പറയുന്ന ഒരു പരിണാമത്തിൽ ഒരു ഏറ്റവും സട്ടിലായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. സട്ടിലായിട്ടുള്ള സോഫ്റ്റ്വെയർ. ചോദ്യത്തിന് ഉത്തരം തന്നിട്ടില്ല. നിങ്ങൾ പറഞ്ഞ എന്താ പരിണാമം എങ്ങനെ ഉണ്ടായി, എങ്ങനെ മനുഷ്യനുണ്ടായെന്നല്ലേ മനുഷ്യനുണ്ടായി. ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ ഏറ്റവും ആയിട്ടുള്ള മനുഷ്യൻ, അതായത് ബൈപ്പഡലിസം, അത് കുരങ്ങ് നിവർന്ന് നിൽക്കുന്നതാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങളുടെ കയ്യിലെ വിരലും ഒരു ചിമ്പൻസിയുടെ കയ്യിലെ വിരലിന്റെ എണ്ണം 5 ആണ്, 6 അല്ല. 6 വിരലൊക്കെ ഉള്ളവരുണ്ട്, പക്ഷെ അത് നോർമലാണ്. പക്ഷെ മനുഷ്യൻ 5 വിരലാണ്, കാൽവിരലുണ്ട്. അതുകൊണ്ട് കാൽവിരലാണ്. ഈ ബൈപ്പഡാലിറ്റി എന്ന് പറയുന്ന സാധനം, ഒരു 2 കാല് നിൽക്കാത്തവയാണ് മിക്കവാറും കുരങ്ങുകൾ. അതെ അതെ അതെ. കുറെ കഴിഞ്ഞ് ഏപ്പുകൾ വരും. ചിമ്പൻസി നിൽക്കും, ഒറാങ്ങോട്ടാൻ നിൽക്കും, ഗറില നിൽക്കും, പിന്നെ ഹോമോസാപ്പിയൻസ് നിൽക്കും. ഈ എഴുന്നേറ്റ് നിൽക്കുന്ന കുരങ്ങ് പിന്നെ പണ്ട് വിക്ടോറിയ രാജ്ഞിയുടെ ഒരിക്കൽ ഈ ഗറിലയെ പിടിച്ചുകൊണ്ട്, ഗറിലയല്ല അതെ ഗറിലയാണ്, ചിമ്പ് ഒരു ചിമ്പിനെ പിടിച്ചുകൊണ്ട് ലണ്ടനിലെ ഒരു മ്യൂസിയത്തിൽ കണ്ടപ്പം രാജ്ഞി അമ്പരന്ന് പോയി. ഇത് ശരിക്കും എന്താണ് രോമങ്ങളുള്ള ഒരു മനുഷ്യൻ എന്ന്, അതായത് മനുഷ്യൻ ഈ രോമങ്ങൾ കൊഴിഞ്ഞ ഒരു ഏപ്പാണ്. അപ്പുറത്തിരിക്കുന്നവനും അത് തോന്നുന്നുണ്ട്, ഈ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആരാണ്. ഇത് നമ്മൾ വരുന്നത് ഈ വാലില്ലാത്ത കുരങ്ങുകൾ വരുന്നത്, ലേപ്പുകൾ വരുന്നത് വാലുള്ള കുരങ്ങുകളിൽ നിന്ന്. വാലുള്ള കുരങ്ങുകൾ വരുന്നത് സമാനമായ ജീവികൾ ഇങ്ങനെ പുറമോട്ട് പോകുമ്പോൾ നമ്മൾ ബാക്ടീരിയ ചെന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഒരു സ്പീഷീസ് ഉണ്ടാകുന്നത്? ആ സ്പീഷീസ് ഉണ്ടാകുന്നതിന് പരിണാമം പറഞ്ഞു കഴിഞ്ഞു. അലോപാറ്റിക് സ്പീഷിയേഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. അലോപാറ്റിക് സ്പീഷിയേഷൻ എന്ന് പറയുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഞാൻ പറയാം, സിമ്പിൾ ആയിട്ട് താങ്കൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു വലിയൊരു ഒരു കടല് നമ്മളൊരു കുടത്തിൽ ഒതുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ആ മനുഷ്യൻ പുറകോട്ട് പോയാൽ ബാക്ടീരിയയായി പോയി നിൽക്കും. അപ്പോൾ ഈ ബാക്ടീരിയയിൽ നിന്നാണ് മനുഷ്യനുണ്ടായത്. എന്നിട്ട് ഇപ്പോഴും ബാക്ടീരിയ അവിടെ ഉണ്ട്. അപ്പോൾ ആ ബാക്ടീരിയ വീണ്ടും മനുഷ്യനായിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോഴും ആ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നത് ഭാര്യയും ഭർത്താവും കൂടെ കിടന്നിട്ട് ഒരുമിച്ച് ഉറങ്ങിയിട്ട് ഇച്ചിരി ബാക്ടീരിയയെ പിടിച്ചിടും. എന്തുവരെ ചന്ദ്ര നിങ്ങളീ പറയുന്നത്? നിങ്ങൾ എന്തോ ശാസ്ത്രം കൊണ്ടാണ് ഈ നടക്കുന്നത്. ഇനി ബാക്കി കേട്ടോ, ബാക്കിയുടെ കേട്ട് തീർക്കുക. ഒരു കടലിൽ നമ്മളൊരു കുടത്തിൽ ഒതുക്കുന്ന പോലെ ഇപ്പൊ 2 കോഴികൾ ഒരു ഹൈവേ വരുന്നു, നമ്മുടെ എക്സ്പ്രസ് ഹൈവേ. കോഴി ഇവിടെ ആവുന്നു, ആ കോഴി അവിടെ ആവുന്നു. ഈ കോഴികൾ ഒരു കൂട്ടം കോഴികൾ അപ്പുറം ഒരു കോഴിയുണ്ട്. അപ്പൊ ഈ കോഴികൾ പരസ്പരം ഇണ ചേർന്ന് അടുത്ത ജനറേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കോഴികളാണ്. അതുകൊണ്ടാണ് അവയെ ഒരു സ്പീഷീസ്. ഇത് ഈ ഹൈവേക്ക് അപ്പുറം ഇപ്പുറമായിട്ടുള്ള കോഴികൾ, അവിടെയുള്ള ആഹാരം, ആയിട്ടുള്ള നീച്ച്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവിടെ ആഹാര രീതി, മറ്റു രീതി ഇതെല്ലാം വരികയും അവയിൽ മ്യൂട്ടേഷൻസ് സംഭവിക്കുകയും ചില മ്യൂട്ടേഷൻസ് അക്സെപ്റ്റ് ചെയ്യുകയും സംഭവിക്കുമ്പോൾ ക്രമേണ ഒരു 10-20 ലക്ഷം വർഷം അല്ലെ 10 ലക്ഷം വർഷം കഴിയും ഈ ഒരു ജിയോഗ്രഫിക്കൽ ബാരിയർ കാരണം ഈ 2 സ്പീഷീസും തമ്മിൽ ഇണചേർന്നാൽ പുതിയ കുട്ടികൾ ഉണ്ടാകാത്ത രീതിയിലുള്ള ജനറ്റിക് വെറൈറ്റികൾ അക്യുമുലേറ്റ് ചെയ്യണം. ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് ചോദിച്ചവനെ എടുത്തങ്ങ് ആശുപത്രി കൊണ്ടുപോയത്
എന്ന് പറഞ്ഞാൽ അവൻ്റെ തല പമ്പരം പോലെ കറങ്ങി. അവൻ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് അതിന് ഉത്തരം പറഞ്ഞില്ലല്ലോ എന്ന്. ഒരു കോഴി അപ്പുറം ഇപ്പുറം ആയിപ്പോയി. അതിൻ്റെ ഇടയ്ക്ക് കൂടെ എക്സ്പ്രസ് ഹൈവേ വന്നു. എന്നാൽ ആ കോഴിയൊന്ന് മുറിച്ചിപ്പുറത്ത് വന്ന് ഈ പൂവൻ കോഴിയെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് നിന്നിട്ട് പറ്റുന്നില്ല. 20 വർഷവും വണ്ടി ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ കോഴി അവിടെ നിന്ന് എന്തോ ഇത് ഈ പൂവൻ കോഴി അങ്ങ് കളഞ്ഞേച്ച് വേറൊരു കോഴിയായിട്ട് ഒളിച്ചോടി. സാക്ഷാൽ ബ്രിട്ടീഷ് രാജ്ഞി മാത്രമല്ല, ഇത് കണ്ടുകൊണ്ടിരുന്നവരും ഈ മുമ്പിലിരുന്നവനും വരെ ചിന്തിക്കും, എടാ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ ചരക്കെന്തോ. ദൈവമേ, ഓ നിൻ്റെ ഒരു അപാരത, ഒരു ഭയങ്കര അപാരത. ഇത്തരം ജീവികളെയും നീ ഭൂമിയിൽ സൃഷ്ടിച്ച് അവർക്ക് ജീവിക്കാനുള്ള ഭക്ഷണവും വായുവും നൽകി, പാൻറ് ഉടുപ്പും നൽകി, കണ്ണാടിയും നൽകി, മൈക്കും നൽകി, ലാപ്ടോപ്പും നൽകി, കേൾക്കാൻ കുറച്ച് ആളുകളെ നൽകി. ഇവനൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവരൊക്കെ അങ്ങ് ജീവിച്ചു പോരുന്നല്ലോ. ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, കൈവിടാതിഞ്ഞ് ഞങ്ങളെയും ഞങ്ങളുടെ തലമുറയിൽപ്പെട്ടവരെയും ഞങ്ങളുടെ ശത്രുക്കളെയും ശത്രുക്കളുടെ തലമുറയിൽപ്പെട്ട ഒരാളിനെ പോലും രവിചന്ദ്രനെ പോലെ ഈ ഭൂമിയിൽ സൃഷ്ടിക്കല്ലേ ദൈവമേ.